കെ ഉസ്താദിന്റെ വഴിയിലേക്ക് വരി. കെ ഉസ്താദിന്റെ വഴിയിൽ ജീവിച്ച ഉലമാവും അത് നിലനിർത്തിയിട്ടുണ്ട്. ഇപ്പൊ ചെറുശ്ശേരി ഉസ്താദിനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെറുശ്ശേരി ഉസ്താദിന്റെ ആ കാലഘട്ടത്തിൽ തന്നെ അവര് അന്ന് വന്ന് അവരെ കാണുകയും അവരുടെ ഹദറത്തിന്റെ മഹത്വം അന്ന് വഅ്ള് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കേണ്ടിയുണ്ട്. ചെറുശ്ശേരി ഉസ്താദ് കെ ഉസ്താദിനെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. അതുകൊണ്ടാണ് കെ ഉസ്താദ് മൗലിദ് എഴുതിയ പോലെ തൃപ്പനച്ചി ഓരോക്കെ മൗലിദ് എഴുതാനുള്ള ഒരു ഭാഗ്യമാണ് ആർക്കുണ്ടായത്? ചെറുശ്ശേരി ഉസ്താദിനുണ്ടായത്. അന്ന് വന്നിട്ട് ഓരോരുത്ത് വരുന്നു, അവരെ കൂടെ ഇരിക്കുന്നു, അവർ പറയുന്ന സംസാരങ്ങൾ ഒരുപാടുണ്ട്. ഇൻഷാ അല്ലാഹ് സമയം ഉണ്ടാകുമ്പോൾ നമുക്ക് ഓരോന്ന് കേൾപ്പിക്കാം. ചെറുശ്ശേരി ഉസ്താദ് വയല് പറയുന്നത് ഒരുപാടുണ്ട്. പക്ഷെ അവർ പോയി ഇരുന്ന് പിന്നെ കച്ചവടത്തിനാന്ന് പോലും പറഞ്ഞില്ല. പിന്നെ അവർ വന്ന കാര്യങ്ങളൊന്നും ആ ആളുകൾ കൂടിയിരുന്ന ആളുകളോടൊക്കെ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വലദിക്റുല്ലാഹി അക്ബർ. അന്ന് ചെറുശ്ശേരി ഉസ്താദ് നടത്തിയൊരു പ്രഭാഷണം കേട്ടപ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അവർ പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മളെക്കുറിച്ച് അല്ലാഹ് ഓർക്കണം, അതാണ് ഏറ്റവും വലിയ സംഭവം. വലദിക്റുല്ലാഹി അക്ബർ. അല്ലാഹ് നമ്മളെക്കുറിച്ച് ഓർക്കുക. നമ്മൾ അല്ലാഹനെ ഓർക്കലല്ല, അല്ലാഹ് നമ്മളെന്നെ ഓർക്കുക, അതാണ് ഏറ്റവും വലുത്. അല്ലാതെ കുറേ ജനങ്ങൾ ഓർക്കുക, രാഷ്ട്രീയക്കാർ ഓർക്കുക, കുറേ ഭൗതികന്മാർ നമ്മളെ മഹത്വം പറയാ, ഇതൊന്നുമല്ല കാര്യം. കാര്യമുള്ളത് എവിടെയാണ്? അല്ലാഹ് നമ്മളെ ഓർക്കണം. അല്ലാഹ് നമ്മളെ ഓർത്തുന്നില്ല തെളിവെന്താ? അള്ളാന്റെ ആളുകൾ നമ്മളെ കുറിച്ച് പറയാന്നുള്ളത് തന്നെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു, അള്ളാഹ്ക്ക് നിങ്ങളോട് ഇഷ്ടാട്ടോ. പറയലില്ലേ, റളിയല്ലാഹു അൻഹും, അല്ലാഹ് നിങ്ങളെ തൊട്ട് തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അല്ലാഹ് അത് കബൂൽ ചെയ്തിട്ടുണ്ട്, അല്ലാഹ് നിങ്ങൾക്ക് സ്വർഗം തന്നിട്ടുണ്ട്. അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന. അപ്പൊ അല്ലാഹ് ഒന്ന് ഓർക്കുക എന്നുള്ളതിന്റെ സംഭവം എത്രയാണ്. അത് കിട്ടണമെങ്കിൽ മശായിഖിന്റെ കൂടെ വേണം. ഇപ്പൊ ഇസുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം തങ്ങളെ സംബന്ധിച്ച് ഇമാം ഷാദുലി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു സദസ്സിൽ നിന്ന് എന്താ പറയുന്നറിയോ? ഇന്ന് ഞാൻ ആരെ കണ്ടു? ത്വഹാ റസൂലുള്ളാഹ്, ഹബീബായ തങ്ങളെ കണ്ടു ഞാൻ. സ്വപ്നത്തിലല്ല, യഖ്ളതൻ. എന്നോട് പറഞ്ഞു അബുൽ ഹസൻ ഷാദുലി, ഷാദുലി തങ്ങൾ എന്നെ ഇരിക്കുന്ന മജ്ലിസാണല്ലോ. അബുൽ ഹസൻ ഷാദുലി തങ്ങൾ പറഞ്ഞു, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് എന്നോട് പറഞ്ഞു, ഇന്ന് ഭൂമിയിൽ ഇസുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം തങ്ങളെക്കാൾ പവറുള്ള ഒരു ആലിമും ജീവിച്ചിരിക്കുന്നില്ല. ഹബീബായ തങ്ങൾ പറഞ്ഞത് അബുൽ ഹസൻ ഷാദുലി എന്നവരാണ് ഇസുദ്ദീൻ തങ്ങളോട് പറയുന്നത്. ആ കാലത്തെ വലിയ ആലിം അവരെഴുന്നേറ്റ് വന്ന് ഷാദുലി ഇമാമിന്റെ കാലിൽ വീഴുകയാണ്, പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. ഞാൻ ഇതൊന്നും അറിയാത്ത കാലത്ത് മശായിഖിനെ തന്നെ എതിർത്തിട്ടുണ്ട് ചില കാലങ്ങളിൽ. ആ കാലത്തെന്റെ കൈപിടിച്ച് മശായിഖിനെ അംഗീകരിക്കുന്നവരായി ആ ഭാഗത്തേക്ക് എന്നെ ചേർക്കുകയും എന്നെ സ്വീകരിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ തന്നെ എന്നെ കുറിച്ചു പറഞ്ഞു എന്നവിടുന്ന് പറയുമ്പോൾ ഈ സന്തോഷത്തിൽ ഞാൻ അങ്ങയോടെങ്ങനെ മറുപടി പറയണമെന്നറിയില്ല. ആ കാല് പിടിച്ച് കരയുകയാണ് ഇസുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം. ഇന്ന് നമ്മൾ അതല്ലേ ചെയ്യുന്നത്? യഹിയൽ ബുഖാരി തങ്ങളുടെ കാലിന്റെ ചുവട്ടിൽ അസ്ഹാബുൽ വക്തുകളായ നമ്മുടെ മശായിഖന്മാരുടെ കാലിന്റെ ചുവട്ടിൽ വന്യരായ ശൈഖുനായുടെ തിരുഹദറത്തിലെത്തിയിട്ട്
നമ്മൾ അവരോട് പറയുന്ന മനസ്സുകൊണ്ട് പറയുന്നൊരു വാക്കുണ്ട്. മശായിഖന്മാരുടെ ലോകത്ത് എതിർത്ത് നടന്ന ഒരു ടീമിന്റെ കൂടിൽ ഞങ്ങളും ചേർന്ന് നിന്ന ഒരു കാലം മശായിഖ് അവരെ എതിർത്ത ആ ടീമിൽ നിന്ന് ഞങ്ങളെ കൈപിടിച്ച് അങ്ങ് രക്ഷപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ മശായിഖിന്റെ ഫോട്ടോ വിട്ട് അവരെ കളിയാക്കുകയും സയ്യിദ് അവറുകളെ എതിർക്കുകയും ഔലിയാക്കളുടെ പ്രതിപക്ഷത്ത് വരികയും ചെയ്ത ഇന്നേറ്റവും അല്ലാഹുവിന്റെ ഭൂമിയിൽ നിർകൃഷ്ടരായ ഏറ്റവും നിന്ദ്യരായ ആ ഖൗമിൽ നമ്മളുമുണ്ടാകുമായിരുന്നല്ലോ. ഞങ്ങളെ രക്ഷപ്പെടുത്തിയതിന് ഏത് രൂപത്തിൽ നന്ദി പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ കൈപിടിച്ചതിൽ ആ കൈവിടാതെ മരണം വരെ അൽ മദദ് യാ ശൈഖനാ അൽ മദദ് യാ റിജാലല്ലാഹ് അൽ മദദ് യാ വലിയല്ലാഹ്. സയ്യിദ് അവർ ഇരിക്കുന്ന സദസ്സാണ്. അൽ മദദ് യാ അസ്ഹാബൽ വഖ്ത്. വലിയ സംഭവമാണത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ചെറുശ്ശേരി ഉസ്താദ് വന്ന രംഗം അതുമാണല്ലോ നമ്മളൊന്ന് കാണാം. വിശദമായി പിന്നീട് വരുന്നതും ഇരിക്കുന്നതും അവരെ സംസാരത്തിൻ്റെ ചെറിയൊരു ഭാഗവും ഒന്നിച്ചൊന്ന് കാണാം. അന്നവർ ചെറുപ്പകാലമാണ്. എത്ര അതപോടെയാണ് ആ ഇരുത്തം. അവരന്നോ ഇരിക്കുന്ന അങ്ങനെ തന്നെയാണ്. കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരുപാട് ടൈം. അതാണ് പരിശുദ്ധ ഖുർആൻ. ഒരു സ്ഥലത്ത് അല്ലാഹു തആല നമ്മളെ പറയൽ വെളിവാക്കപ്പെടും. മുരുമ്പി ഉണ്ടാവുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല. അങ്ങനെ അമ്പിയാക്കന്മാരെ പോലെ ഉയർന്ന പല പദവിയുള്ള ആളുകളുടെയും ദേഹം മണ്ണാകുകയില്ല. അത് പ്രകാരം തന്നെ റബ്ബിന്റെ അരികിൽ വെച്ച് നമ്മളെ പേര് പറഞ്ഞു കിട്ടുക എന്ന് പറഞ്ഞാലും അതും വലിയ കനപ്പെട്ട വിഷയം. അതാണ് പരിശുദ്ധ ഖുർആൻ. ഒരു സ്ഥലത്ത് അല്ലാഹു തആല നമ്മളെ പറയൽ ഫായിലുള്ള അല്ലാഹു തആല നമ്മളെ പറയൽ അത് വളരെ വലിയൊരു കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, നമ്മളെ പേര് റബ്ബ് എന്ന് പറഞ്ഞു കിട്ടിയാൽ അതിന് മീനഞ്ച് വലിയതെന്താണ്? ഇരുമേലിരിക്കുന്നത് കിട്ടാനാണ്. അപ്പൊ അല്ലാഹു തആലാന്റെ അരികിൽ വെച്ച് പേര് പറയാ എന്നൊരു ചില്ലറ വലദിക്റുല്ലാഹി അക്ബർ. അല്ലാഹു നമ്മളെ പറയൽ. അല്ലാഹ് നമ്മളെ പറയൽ എങ്ങനെ? അല്ലാഹുവിന്റെ ആളുകൾ നമ്മളെ പറയുമ്പോൾ ശതമായി പറയുന്നുണ്ട്. ഉമർ അലി ശിഹാബ് തങ്ങൾ വന്നതുണ്ട്. അതൊന്നും അവർക്കിപ്പോൾ അതിനൊരു ക്രെഡിറ്റിന് വേണ്ടിയല്ലല്ലോ, അതിൻ്റെ ആവശ്യമില്ല. അതൊന്നും അവർ ഇത്ര കാലമായിട്ട് പറഞ്ഞിട്ടുമില്ല. പക്ഷെ അത് കാണിച്ചു കൊടുക്കാനാണ്. നിങ്ങൾ വന്ന പോലെയല്ല, നന്ദിയുള്ള കാഴ്ചയാണത്. പിന്നെ കച്ചവടത്തിന് പോയതാന്ന് പോലും പറഞ്ഞില്ലല്ലോ. കാരണം ഇ കെ ഉസ്താദിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിയ ആളാണ് അവർ. അതിൻ്റെ മഹത്വമാണ്. അത് നിലനിർത്താൻ കഴിഞ്ഞില്ലല്ലോ നിങ്ങൾക്ക്. ഇനി അവസരം മരണം വരെ ഉണ്ടല്ലോ. ഡേറ്റ് തന്നതിൽ ഇനി കൂടുതൽ ബാക്കിയുമില്ലല്ലോ. ഒരു തിരിച്ചു നടത്തം മശായിഖിന്റെ തിരുഹദറത്തുകളിലേക്ക്. ഈ പരിഹാസമൊക്കെ ഒന്ന് നിർത്തിയിട്ട് അവരുടെ പൊരുത്തത്തിലൊന്ന് മൗത്താകണ്ടേ?